ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയോട് സവാള അരിയാനായിട്ട് പറയുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്നറിയില്ല, ഞാൻ എന്തിനാ അറിയുന്നത്, എന്നെ കൊണ്ട് അറിയാനൊന്നും പറ്റുന്നില്ല, നീ അരിയില്ലെന്നോ, നീ അരിഞ്ഞിട്ടേ പോവുള്ളൂ ഇവിടുന്ന്, നീ അരിയടാ എന്ന് സച്ചിൻ സംസാരിക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അരിയില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല, എനിക്ക് ഈ പാചകത്തൊന്നും വശമൊന്നുമില്ല, ഞാൻ പാചകം ചെയ്യത്തുമില്ല. ആഹാ, നിനക്ക് തിന്നാൻ നല്ലോണം അറിയാലോ, നീ ഇപ്പം പാചകം ചെയ്താൽ എന്താ പ്രശ്നം? എനിക്ക് തിന്നാൻ നല്ലതെന്ന് അറിയാം, അല്ലാതെ നിന്നെപ്പോലെ പാചകം ചെയ്യാൻ എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിക്കുക. ഞാൻ ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണ് ഇവിടെ സുധി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിൽ സുധിയേട്ടൻ പോയിക്കോ, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ഉണ്ടാക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുക. ശ്രീകാന്തേ, അതാണ് നല്ലത്, അല്ലാതെ ഞാൻ കൂടിയാലൊന്നും ശരിയാവില്ലെന്നേ, എനിക്ക് തിന്നാൻ മാത്രം അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഇങ്ങനെ ഭയങ്കര തർക്കുക. ആ സമയത്ത് വരുന്ന രവി, എന്താണ് പ്രശ്നം? അച്ഛാ, ഇത് കണ്ടോ അച്ഛാ, പറയുന്നത് കേട്ടില്ല അച്ഛാ, സുധിക്ക് സവാള അറിയാൻ പറ്റില്ലെന്ന്. അപ്പോഴേ ഞാൻ പറയായിരുന്നു സവാള അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി, നീ എന്തൊക്കെയാ സച്ചി പറയുന്നത്? തലയിരിക്കുമ്പോൾ വാലാടുന്നത് കൊള്ളാവോ, ഞാൻ സംസാരിച്ചോളാം. അപ്പം സുധി, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. അല്ലെങ്കിൽ അവനിച്ചിരി ഭാരണം കൂടുതലാണ് സച്ചി, ഇനി നീ ആരും ഭരിക്കാനായിട്ട് നിൽക്കരുത്, സമാധാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണോന്നേ എന്നും പറഞ്ഞ് നമ്മുടെ രവി സുധിയോട് പറയണം. മോനെ സുധി, ആ സവാളയെന്നറിയും. അച്ഛാ, ഞാൻ സവാള അറിയാനോ? എന്താ സുധി ഇത്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ, അപ്പൊ പിന്നെ സവാളയെ അറിഞ്ഞാൽ എന്താ പ്രശ്നം? അച്ഛാ, അത് പിന്നെ അച്ഛാ, മോനെ നീ സവാള അരിയട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് രവി പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് പറയാ, ഏതായാലും സുധിയേട്ടൻ ചെയ്യണ്ട, ചേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ പറഞ്ഞു വിടുകയാണ്. നീ അവനെ പറഞ്ഞു വിട്ടല്ലേ? അതൊന്നും സാരമില്ല സച്ചേട്ടാ, എനിക്കറിയാലോ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്, എങ്കിൽ പിന്നെ ഞാൻ സവാള അരിയാടാ, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ, സവാള എടുക്ക്, സവാള ഗിരിഗിരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സവാള ഇങ്ങനെ കുരുവിനാന്നിങ്ങനെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ സച്ചിക്കാണിൽ കണ്ടുവരിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ വരുന്ന ശ്രുതിയും കൂടി, അതെ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലെന്നോ? അതെ, ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അല്ല പിന്നെ നിങ്ങൾ എന്ത് കഴിക്കാൻ പോകുന്നു? അതൊക്കെ ഞങ്ങൾ രുചിയോടെ എന്തെങ്കിലും ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിച്ചോളാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാം. അവർ അഹങ്കാരം കണ്ടില്ലേ, എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് ഏതായാലും ചെയ്യാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ആ പാചകത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക. ഇതേ സമയം തന്നെ പൂകെട്ടണ പെണ്ണുങ്ങൾ ഭയങ്കര ധൃതിയിൽ ഇങ്ങനെ പൂകെട്ടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് സഹിക്കുന്നില്ല. അപ്പോൾ വർഷയോടെ പറയണം, പൂ കെട്ടുന്നത് കാണാനേ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ശ്രീകാന്ത് നല്ലൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം അവിടെ. ശ്രീകാന്തിൻ്റെ ഫുഡേ അടിപൊളി ഫുഡാ. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ശ്രീകാന്തിൻ്റെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ദേവ് എടുത്ത് വായിക്കും. ഞാൻ കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ദേവു ശ്രീകാന്തിൻ്റെ ഫുഡ്? അത് പിന്നെ പറയാനുണ്ടോ, അടിപൊളിയല്ലേ ശ്രീകാന്തിൻ്റെ ഫുഡ്. പക്ഷേ ദേവു അങ്ങനെ പറയുന്ന ഒന്നും ഇവിടെ നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ദേവുവിനെ അവിടെ ഇങ്ങനെ ഒരു ആട്ടിപ്പായിക്കണമെന്നാണ് ഈ ചന്ദ്രയുടെ മനസ്സിലിങ്ങനെ വിചാരം, ഉൾക്കിട്ടൊരു കാര്യം വെച്ചിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കാം. ഈ സമയം തന്നെ അടുക്കളയിലാണെങ്കിൽ സച്ചിയാണെങ്കിൽ ക്യാരറ്റും എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുക ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള. പക്ഷേ ആ സമയം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഏതോ ഹോട്ടലിലൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുക, പക്ഷേ എങ്ങൊന്നും ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്താ ശ്രുതി, എന്തെങ്കിലും വഴിയുണ്ടോ? ദൈവമേ, എല്ലാ ഹോട്ടലിലും വിളിച്ച് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ ഓർഡർ ആവുന്നില്ലെന്നേ, ഇതെന്താ ഈ ഹോട്ടലിലൊക്കെ പറ്റിയത്? എൻ്റെ ശ്രുതി, എനിക്ക് വിശന്നിട്ട് കുടല് കരിയുന്നുണ്ട്, നമുക്കേ സാൻഡ്വിച്ചെങ്കിലും ഓർഡർ ചെയ്യാം, അതാകുമ്പോൾ പെട്ടെന്ന് വരുമല്ലോ, നമുക്ക് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. എങ്കിൽ പിന്നെ ശരി, ഞാൻ പിന്നെ സാൻഡ്വിച്ച് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഫോൺ എടുത്തിട്ട് നേരെ പോവാം. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴേക്കും രവി വിളിക്കുകയാണ്, നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നത്? അത് പിന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാനോ? എന്തിനാ ഫുഡ് ഓർഡർ ചെയ്യുന്നത്? ശ്രീകാന്ത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഫുഡ് ഓർഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ ശ്രുതി? ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛാ, ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല അച്ഛാ. അപ്പോൾ ശ്രുതിയും പറയാണ്, അതെ അച്ഛാ, എനിക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലോ. നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ലെന്നോ? അതെ, ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല അച്ഛാ. മനസ്സിലായി, സച്ചിയും കൂടെ ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല, അതെ. ശരി ആയിക്കോട്ടെ, എങ്കിൽ പിന്നെ ഞങ്ങൾ പോയി ഫുഡ് ഓർഡർ ചെയ്യട്ടെ കേട്ടോ. വാ ശ്രുതി, ഇവിടെ ഇങ്ങനെ റേഞ്ച് ഇല്ല, പുറത്തേ റേഞ്ച് ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്രൈഡ് റൈസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുക. അപ്പോൾ
ഭാമയാണെങ്കിൽ അത് കഴിച്ചിട്ട് എൻ്റെ അമ്മോ അടിപൊളി ഫ്രൈഡ് റൈസ് ആണല്ലോ ശ്രീകാന്തേ, നിന്റെ കൈപ്പുണ്യം സമ്മതിച്ചു തന്നിരിക്കുന്നു, നല്ല രുചിയുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്കും അഹങ്കാരം കൂടി. എൻ്റെ മോനല്ലേ ഉണ്ടാക്കിയത്, അവനല്ലെങ്കിലും നന്നായിട്ട് തന്നെയാണ് ഫുഡെല്ലാം ഉണ്ടാക്കുന്നത്, അവൻ്റെ കൈപ്പുണ്യം അപാര കൈപ്പുണ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയാ എല്ലാവരും കഴിച്ചിട്ടോ, ഓരോ ട്രിപ്പും കൂടി കഴിക്കാനുണ്ട്. പിന്നെ ശ്രീകാന്തേ ഫ്രൈഡ് റൈസൊക്കെ അടിപൊളിയാണ്ടോ, നിന്റെ ഹോട്ടലിലേക്ക് ഞങ്ങളൊരു ദിവസം വരുന്നുണ്ട്. ഇത് കേട്ടാ ചന്ദ്രയ്ക്ക് കാലി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ പറിച്ചിട്ട് കേട്ടില്ലേ, കടവരാന്തേലും തിണ്ണയിലൊക്കെ ഇരുന്ന് കഴിക്കുന്നവരാ, നല്ലൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടാവില്ല. എന്നിട്ട് എൻ്റെ മോൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോകാമെന്ന്, എന്നിട്ട് ഓസയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാനായിരിക്കും ഇവറ്റകളുടെയൊക്കെ മനസ്സിലിരിപ്പ്. അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ശ്രീകാന്തേ, നിനക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടൽ ഇട്ടൂടെ? ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും ഇതൊക്കെ കേൾക്കുന്നത്. നല്ലൊരു ഫ്രൈഡ് റൈസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ വായന്ന് വെള്ളം ഊരിട്ട് ഒരു രക്ഷയില്ല. ഹോട്ടലിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ ചെന്നപ്പോൾ ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ശ്രുതി നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അടുക്കളയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നല്ല മണവും രുചിയും ഒക്കെയുള്ള ഫ്രൈഡ് റൈസ് ഇരിക്കുക. ഇത് കണ്ട് നമ്മുടെ ശ്രുതിയുടെ വായന കപ്പലോടുകയാണ്. അങ്ങനെ ശ്രുതി അതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രൈഡ് റൈസ് എടുത്ത് കഴിക്കുക. ഫ്രൈഡ് റൈസ് എടുത്ത് കഴിച്ച് വേക്രാന്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേറൊരു ശബ്ദം. എൻ്റെ ദൈവമേ, അതെന്താണ് ആ ശബ്ദം? നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ഒളിച്ചിരുന്ന് ഫ്രൈഡ് റൈസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റില്ല. ശ്രുതി, നീ അത് പിന്നെ അതെ, എനിക്ക് ഭയങ്കരമായിട്ടും വിശന്നു, അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് എടുത്ത് കഴിച്ചത്. അതേ ശ്രുതി, എനിക്കും അതേപോലെ തന്നെയാണ്, വിശപ്പ് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നല്ല രുചിയുണ്ടല്ലേ ശ്രുതി? അതെ, നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ശ്രുതിയുടെ അനിയനെ നല്ല കൈപ്പുണ്യമുണ്ടാ, അല്ലെങ്കിൽ അവൻ കൈപ്പുണ്യത്തിൻ്റെ കാര്യത്തിൽ മഹാ ബെസ്റ്റാണ്. ഏതായാലും ആരും കാണണ്ട, മറ്റുള്ളവരെ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്കിതെല്ലാം കഴിച്ചു തീർക്കാം, അല്ലെങ്കിൽ നാണം കെടേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം വാരിയും കൊടുത്ത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് വരുന്നത്. ഇങ്ങനെ വെള്ളം കുടിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി നിന്ന് ഈ ഫ്രൈഡ് റൈസ് വിട്ടി വിഴുങ്ങുകയാണ്. പക്ഷേ പാവം സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചിക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെ സച്ചി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് പറയുകയാണ്, അതേ ഫ്രൈഡ് റൈസ് കഴിച്ചോ, കൂടെ ഈ വെള്ളം കൂടി കുടിച്ചോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആകെ ചമ്മി നാറിയൊരു അവസ്ഥയിലായിപ്പോയി. ഏതായാലും നാണം കെട്ട് ശ്രുതി, ഇനിയിപ്പോൾ വയറ് നിറയെ കഴിക്കാം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് വയറ് നിറയെ അങ്ങോട്ട് കഴിക്കാം. ഈ സമയം തന്നെ പൂവട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ദേവു അവിടുന്ന് ചാടി എണീറ്റിട്ട് ശ്രീകാന്തേ സൂപ്പറാണ്ട് ഫ്രൈഡ് റൈസ്, അടിപൊളിയാണ്, കൊടുകൈ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ചന്ദ്ര നേരെ മോളെ വർഷേ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ വർഷേ, ഒരു കാര്യം പറയാനുണ്ട് വർഷേ എന്നും പറഞ്ഞുകൊണ്ട് വർഷയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. എന്താ ആൻറ്റി എന്താ കാര്യം ആൻറ്റി? അത് പിന്നെ വർഷേ, ഈ ആണുങ്ങളെ കാണുന്ന ചെളി ചവിട്ടുകയും ചെയ്യും, കാണുന്ന വെള്ളത്തിൽ കഴുകുകയും ചെയ്യും. എന്താൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരെ ഇവിടെ ചെളി ചവിട്ടിയത്? അയ്യോ എൻ്റെ വർഷേ, ഞാനൊരു പഴഞ്ചൊല്ല് ചൊല്ലിയതാണ്, പക്ഷേ എനിക്ക് മനസ്സിലായില്ല ആൻറ്റി, പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് ആൻറ്റി? അതായത് ശ്രീകാന്ത് ഒരു കുഴപ്പക്കാരനല്ല. അല്ലല്ലോ, പിന്നെന്താ ആൻറ്റി പ്രശ്നം? അല്ല, നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. അതുകൊണ്ട് ശ്രീകാന്തിൻ്റെ മേലിൽ ഒരു കണ്ണ് വേണം. അവൻ തെറ്റേയൊന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എന്താൻറ്റി പറഞ്ഞു വരുന്നത്? ആ ദേവുല്ലേ, ദേവും ഈ ശ്രീകാന്തും കൂടി നേരത്തെ അടുപ്പത്തിലായിരുന്നു. ഈ ദേവുവിനെ ശ്രീകാന്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തോ കാരണവന്മാർ ചെയ്ത നല്ല ഗുണം കൊണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് പറ്റിയില്ല. ആ സമയത്താണല്ലോ മോളെ നീ വരുന്നത് ശ്രീകാന്തിൻ്റെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചേ മതിയാവുള്ളൂ. ഇപ്പോൾ ദേവ് അവനായിട്ട് അടുക്കാനായിട്ട് നോക്കിയാണ്. ആൻറ്റി എന്തൊക്കെയാ ആൻറ്റി പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് ആൻറ്റി, അവരെക്കുറിച്ച് തെറ്റായിട്ടൊന്നും പറയണ്ട. മോളെ വർഷേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നീ മനസ്സിലാക്കണം. നമ്മുടെ ശ്രീകാന്തിനെയും ഒന്ന് സൂക്ഷിച്ചേ മതിയാവുള്ളൂ. അവരൊക്കെ ഏത് തരക്കാരാണെന്ന് പറയാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ചിലപ്പോൾ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ മോൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. എനിക്ക് മനസ്സിലായി ആൻറ്റി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഇപ്പോൾ ആൻറ്റിയുടെ സംശയം തീർക്കണം. ഇനി അവർ തമ്മിൽ യാതൊരു അടുപ്പമില്ലെന്ന് അറിയണം. അതല്ലേ വേണ്ടത് ആൻറ്റി? ആൻറ്റി വാ, ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. എന്താ മോളെ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ആൻറ്റി വാ ആൻറ്റി.
അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. ആൻറ്റി ഇങ്ങോട്ട് വാന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയെ വിളിച്ചു വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് വർഷ. ഈ സമയം തന്നെ നമ്മുടെ ദേവ് നല്ല പൂ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീകാന്ത്, ആഹാ ദേവു, നീ ഏട്ടത്തി കെട്ടുന്നത് പോലെ തന്നെ അടിപൊളിയായിട്ട് കെട്ടുന്നുണ്ടല്ലോ. എനിക്കും അറിയാം അടിപൊളിയായിട്ട് കെട്ടാനായിട്ട്. അപ്പോൾ വർഷം അങ്ങോട്ട് വന്നിട്ട്, അതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, പൂ കെട്ടൽ ഒരു 5 മിനിറ്റ് നിർത്തി വെക്കണേ, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ദേവുവും ശ്രീകാന്തും തമ്മിൽ കൈ കൊടുത്ത് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയോ? ഇത് കേട്ട് എല്ലാവരും അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ശ്രീകാന്ത്, വർഷേ നീ എന്തൊക്കെയാ വർഷേ പറയുന്നൊന്നും മിണ്ടാതിരിക്കുക. ഞാൻ പറയട്ടെ ശ്രീകാന്തേ, പറ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയോ? ഈ ദേവുവും ശ്രീകാന്തും തമ്മിൽ പരസ്പരം കൈ കൊടുത്തൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയോ? പറ. അപ്പോൾ അവിടെ പൂകെട്ടാൻ എഴുന്നേച്ച ആ പെണ്ണുങ്ങളെല്ലാം പറയാണ്, ഞങ്ങൾക്ക് ദേവുവിനെ കുറിച്ച് അങ്ങനെ ചീത്തൊരു അഭിപ്രായം ഇല്ല. ആ കുട്ടി നല്ല കുട്ടിയാണ്. അവളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ചീത്ത അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ലല്ലോ ആൻറ്റി, ഇപ്പൊ കേട്ടല്ലോ. എന്താ വർഷേ നീ എന്തൊക്കെയാ പറയുന്നത്? അയ്യോ ശ്രീകാന്ത്, ഇത് എൻ്റെ സംശയമല്ല, ശ്രീകാന്തിന്റെ അമ്മയുടെ സംശയോ. ശ്രീകാന്തും വർഷയും തമ്മിൽ കൈകൊടുത്തൊക്കെ സംസാരിച്ചില്ലേ, അപ്പോ ആന്റിക്ക് ടെൻഷൻ. ശ്രീകാന്ത് വഴിതെറ്റി പോകുവാന്ന്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അവിഹിതം ഉണ്ടോന്ന് ഒരു സംശയം തോന്നി. ദേ ആന്റി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരാണും പെണ്ണും സംസാരിച്ചെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇതൊക്കെ ആന്റിയുടെ പഴയ കാലത്തെ മനസ്സിന്റെ ഒരു ചിന്താഗതിയാണ്. ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര ആകെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് പോവാ. അപ്പൊ ചന്ദ്ര മനസ്സിൽ വിചാരിക്കണം, എടി ദുഷ്ടത്തി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടേ അവൾ എല്ലാവരുടെ മുന്നിൽ പാട്ടാക്കിയത്. അപ്പൊ ശ്രീകാന്തിനെ അരിശം വരികയാണ്. അമ്മ എന്താ അമ്മ, നമുക്ക് നാണമില്ല അമ്മ, അമ്മ എന്തൊക്കെയാ പറഞ്ഞു വിടുന്നത്? അപ്പോൾ നമ്മുടെ ഇതും പറയുകയാണ്, അതായത് രേവതിയും പറയാണ്, അച്ഛാ ഇനി മേല അമ്മയോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നു പറയണം. കാരണം ദേവുവിന് ആരോട് എന്തൊക്കെ പറയണമെന്ന് കറക്റ്റായിട്ട് അറിയാം. അവൾ അങ്ങനെ ചീത്ത രീതിയിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയല്ല എന്നും പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ നമ്മുടെ ശ്രീകാന്തും പറയാണ്, വർഷേ സോറി വർഷേ, അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഓ അതൊന്നും കുഴപ്പമില്ല ശ്രീകാന്തേ. എനിക്ക് ഏതായാലും ശ്രീകാന്തിൻ്റെ അമ്മയുടെ സ്വഭാവം നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ രവിക്കാണെങ്കിൽ കാലി വരികയാണ്. ചന്ദ്ര, നീ ഇങ്ങോട്ട് വന്നേ ചന്ദ്രേ, നീ എന്ത് പരിപാടിയാണ് ചന്ദ്രയെ കാണിച്ചത്? ഇനി നാണം കെടുത്തില്ലേ എല്ലാവരുടെ മുന്നിൽ? നിനക്ക് വേറൊരു പണിയില്ലേ? നീ എന്തിനാ അവരെ ചേർത്ത് ഇനി അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? നിനക്ക് ഒരു പണിയില്ലാതിരിക്കുകയാണല്ലേ ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വഴക്കും പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവുക. ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും കാലി സഹിക്കാൻ പറ്റുന്നൊരവസ്ഥ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.